അങ്ങനെ നമ്മൾ പന്നിമറ്റം ടൗണിൽ എത്തിയിരിക്കുക കേട്ടോ. അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയാണ് ഈ പന്നിമറ്റം എന്ന് പറയുന്നത്. ഇവിടെ ക്രിസ്ത്യൻ പള്ളി അതുപോലെ മുസ്ലിം പള്ളിയും ക്ഷേത്രമൊക്കെ ഉണ്ട് കേട്ടോ. 2020 പുറത്തിറങ്ങിയ അനുഗ്രഹിക്കുന്ന ആന്റണി എന്ന് പറയുന്ന സിനിമ ചിത്രീകരിച്ച വെള്ളിയാമ്പലത്തോടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഇത് വെള്ളിയാമ്പലത്തെ ഒരു ലത്തീൻ ദേവാലയമാണ്. സെന്റ് ജോസഫ് ചർച്ച് എന്നാണ് ഈ പള്ളിയുടെ പേര്. അപ്പൊ നമ്മൾ പൂമാലയിലെ ശ്രീ ഉമാമേശ്വര ക്ഷേത്രത്തിന് മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇത് പന്നിമറ്റത്തുള്ള ഒരു മസ്ജിദാണ്. ഇവിടെ മദ്രസയൊക്കെ ഉണ്ട്. ഹായ്, ടിജോയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ വെള്ളിയാമ്പലം പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന നാളിയാനി എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മൾ കുരുതിക്കുളം, പൂച്ചപ്പറ, ദേവരുപാറ എന്നീ സ്ഥലങ്ങളൊക്കെ കാണിച്ചുകൊണ്ട്. അപ്പോൾ അതിന് തുടർച്ചയായിട്ട് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. നാളിയാനി അതുപോലെ തന്നെ പൂമാല, പന്നിമറ്റം വഴി നമ്മൾ വെള്ളിയാമ്പലമൊക്കെ ചെന്നിട്ട് പോകുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഷെയർ ചെയ്യുന്നത്. വില്ലേജ് ബ്ലോഗ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഈ വഴി കൂടെയാണ് കയറി വന്നത്. ഈ കാണുന്ന മെയിൻ വഴി മേളിലോട്ട് പോകുന്നത് നമുക്ക് കുളമാവിനൊക്കെ പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് ഈ കാണുന്ന വഴിയിലൂടെയാണ്. നമ്മൾ പന്നിമറ്റം, പൂമാല, നാളിയാനി പറഞ്ഞ ഭാഗത്തേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഇത് തൊട്ടടുത്തായിട്ട് നമുക്ക് അഖില തിരുവിതാംകൂർ മലയാളി സഭയുടെ ഒരു ഓഫീസ് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഈ വഴിക്ക് നേരെ അങ്ങ് പോയാലോ. അപ്പോൾ ഈ കാണുന്ന മലനിരകൾ കരുപ്പിഞ്ഞാട് നാടുകാണി മലനിരകളാണ്. അതിൻ്റെ തൊട്ട് മേളിലായിട്ട് നമുക്ക് തുമ്പിച്ചി കുരിശുമല കാണാതെ. അപ്പൊ നമ്മൾ അവിടെ നിന്ന് നാളിയാനി സിറ്റിയുടെ താഴെ ഭാഗത്താണ് വന്ന് കയറിയിരിക്കുന്നത്. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ താഴോട്ട് പൂമാലയ്ക്കും കൂക്കണ്ടത്തിനൊക്കെ പോകുന്നത് കേട്ടോ. പോകുന്ന വഴിക്ക് റോഡിന്റെ ഇരു സൈഡുകളിലും ധാരാളം റബ്ബർ മരം നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് അനുഭവപ്പെടുന്നത്. അപ്പം കുറച്ചുകൂടെ മുന്നിൽ വന്നപ്പോഴേക്കും ഇവിടെ വീടുകളൊക്കെ കാണാവേ. എന്നിരുന്നാൽ പോലും ഇവിടെ നല്ല ഒരു തണുത്തൊരു അന്തരീക്ഷമാണ്. അപ്പൊ അങ്ങ് അകലെയായിട്ട് നമുക്ക് മലനിരകളും ഇവിടെ എല്ലാം നല്ല പച്ചപ്പൊക്കെ ആയിട്ട് കാണാം. നല്ല പകൽ സമയത്ത് കൂടി യാത്ര ചെയ്താൽ നമുക്കധികം ക്ഷീണമോ അല്ലെങ്കിൽ ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല എന്നതാണ് ഈ വഴികളുടെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നാട്ടിൻപുറത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കുറച്ചുകൂടെ മുന്നിൽ വന്നപ്പോഴേക്കും നമ്മൾ കൂവക്കണ്ടം എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം വീടുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ തൊട്ടടുത്തായിട്ട് നമുക്കൊരു പള്ളി കാണാം. അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ ഒരു കമാനവും നമുക്ക് കാണാവേ. അപ്പൊ അതെല്ലാം പിന്നിട്ട് നമ്മൾ യാത്ര തുടരുകയാണ്. പോകുന്ന വഴിക്ക് റോഡിന്റെ ഇരു സൈഡുകളിലും നമുക്ക് വീടുകളും മറ്റും കാര്യങ്ങളും കൃഷിയിടങ്ങളും അതുപോലെ കൊക്കോത്തോട്ടങ്ങളും കാർഷികങ്ങളുടെ കൃഷി ചെയ്യുന്ന കാഴ്ചകളാണ് കേട്ടോ. നാട്ടിൻപുറത്താണ് കൂടുതലും കൃഷി കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ധാരാളം റബ്ബർ തോട്ടങ്ങളും കൊക്കോത്തോട്ടങ്ങളും തുടങ്ങി എല്ലാവിധ കൃഷി രീതികളും നമുക്ക് കൂവക്കണ്ടത്തും പൂമാലയിലും പന്നിമറ്റത്തൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ വഴിയിലൂടെ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂവക്കണ്ടത്തിന് സമീപമുള്ള നമ്മളൊരു ചെറിയൊരു പാലത്തിലെത്തിയിരിക്കുകയാണ്. പാലത്തിന്റെ താഴെക്കൂടെ ഒരു ചെറിയൊരു തോടൊക്കെ ഒഴുകുന്നുണ്ട്. അപ്പൊ നാട്ടിൻപുറത്തെ ഒരു കാഴ്ചകളിലൊന്നാണ് ഈ തോടൊക്കെ ഒഴുകുന്ന കാഴ്ച. അപ്പോൾ നമ്മൾ ആ തോടെല്ലാം പിന്നിട്ടതേ ഇവിടെ നമ്മൾ കൂവക്കണ്ടത്തെ ചെറിയൊരു സ്കൂളിന്റെ ഒരു കാഴ്ച കണ്ടു. അങ്ങനെ പോയി ചെറിയൊരു കളിസ്ഥലവും മറ്റു കാര്യങ്ങളും ഉണ്ട്. അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴേക്കും ഇവിടെ ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രമുണ്ട് കൂവക്കണ്ടത്തെ. അപ്പൊ നമ്മൾ കൂവക്കണ്ടം സിറ്റിയിൽ എത്തിയിരിക്കുക. അവിടെ മരിയ എന്നൊരു ബസ്സൊക്കെ ഓടുന്നുണ്ട്. 2 കടകളും ഓട്ടോറിക്ഷ സ്റ്റാൻഡൊക്കെ ഉള്ള അത്യാവശ്യം ഒരു ചെറിയൊരു സിറ്റി തന്നെയാണ് നമ്മുടെ കൂവക്കണ്ടം എന്ന് പറയുന്നത്. അഖില തിരുവിതാംകൂർ മലയാളി മഹാസഭ സ്ഥാപകാചാര്യ ശ്രീ രാമൻ മേട്ടൂരിന്റെ സ്മൃതി മണ്ഡപമാണ് നമ്മൾ ഇവിടെ ഈ കാണുന്ന വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്. ഈ സ്ഥലം ശരിക്കും പൂമാല എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്, ഈ സ്മൃതി മണ്ഡപം. പൂവക്കണ്ടൊക്കെ പിന്നിട്ട് നമ്മളങ്ങനെ പൂമാലയിൽ എത്തിയിരിക്കുക കേട്ടോ. പൂമാല ഒരു അത്യാവശ്യം വലിയൊരു സ്ഥലം തന്നെയാണ്. കാരണം നമ്മൾ ഞണ്ടർക്കിക്ക് പോകുമ്പോൾ ചെറിയ ടൗണൊക്കെ കാണുമല്ലേ, അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് റോഡൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഞണ്ടർക്കി വെള്ളച്ചാട്ടം അത്യാവശ്യം കാണാൻ കേട്ടോ. പക്ഷെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, അവിടെ വെള്ളമൊന്നുമില്ല, വെള്ളച്ചാട്ടം ഒന്നും കാണാൻ സാധിക്കില്ല. അപ്പൊ നമ്മളിവിടെ ഒരു പൂമാലയിലെ ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആ ക്ഷേത്രമൊക്കെ പിന്നിട്ട് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. ഇനി നമ്മുടെ ലക്ഷ്യം പന്നിമറ്റമാണ്. പോകുന്ന വഴിക്ക് നമുക്ക് കന്നാരത്തോട്ടങ്ങളൊക്കെ കാണാവേ. റബ്ബറിന് ഇടയായിട്ട് വെച്ചിരിക്കുന്ന കന്നാരകള്. അപ്പൊ അത്യാവശ്യം നല്ല റോഡാണ്. ഈ വഴിക്കൊക്കെ അത്യാവശ്യം നല്ല റോഡാണ് പണിതിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് പൂമാല എന്ന് പറയുന്ന സ്ഥലത്തൂടെ കേട്ടോ. ഇവിടെ ചെറിയൊരു കുരിശുപള്ളിയും ഒരു കടയൊക്കെ നമുക്ക് കാണാവേ. അപ്പൊ അതെല്ലാം പിന്നിട്ട് നമ്മൾ പന്നിമറ്റം എന്ന് പറയുന്ന ആ ചെറിയ ടൗൺ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. പോകുന്ന വഴിക്ക് ഒരു സൈഡ് റബ്ബർ തോട്ടവും മറു സൈഡ് വീടുകളും മറ്റും കാഴ്ചകളും നമുക്ക് കാണാം. ഇതെല്ലാം ഇടുക്കി ജില്ലയിലെ വെള്ളിയാമറ്റ ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഈ നാളിയാനിയും പൂമാലയും കൂവക്കണ്ടവും പന്നിമറ്റവും ഒക്കെ. അങ്ങനെ നമ്മൾ പൂമാലയോട് വിട പറഞ്ഞ് പന്നിമറ്റത്തേക്ക് എത്തിയിരിക്കുകയാണ്. പന്നിമറ്റത്തേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും നമുക്ക് ആദ്യം തന്നെ ചെറിയ കടകളും മറ്റു വീട് കാര്യങ്ങളൊക്കെ കാണാം. പക്ഷെ നമ്മൾ പന്നിമറ്റം ടൗണിലോട്ട് എത്തിയിട്ടില്ല. പോകുന്ന വഴിയിലെ കാഴ്ചകളാണ്. അപ്പം അത്യാവശ്യം വീടിന്റെ മുറ്റത്തൊരു കിണർ, നല്ല രീതിയിലുള്ള ഒരു കൂടയുടെ ആകൃതിയിലുള്ള കിണറൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നോക്കി ഒരു വാഴത്തോട്ടം കാണാം. അപ്പൊ നമ്മൾ അവിടെ നിന്നും പിന്നിട്ട് നമ്മളങ്ങനെ പന്നിമറ്റം ടൗണിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് ദൂരെ കാണുന്ന മലയുണ്ടോ, നമ്മൾ അവിടെ കയറിയിട്ടുണ്ട്. ഇരികല്ലും പാറ എന്ന് പറയുന്ന വ്യൂ പോയിന്റ് കാണാനൊക്കെ ആയിട്ട്. ഇവിടെയൊക്കെ നമ്മുടെ ചാനലും പേജിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളോട് ഒരു മുസ്ലിം പള്ളി തിരിക്കാൻ ഇവിടെ മദ്രസയൊക്കെ ഉണ്ട് കേട്ടോ.
പന്നിമറ്റത്തെ മുസ്ലിം സഹോദരങ്ങളുടെ പ്രാർത്ഥനാലയമാണിത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ നമ്മൾ ടൗണിലേക്ക് കയറുകയാണ്. അപ്പൊ അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയാണ് നമ്മുടെ ഈ പന്നിമറ്റം എന്ന് പറയുന്നത്. ടൗണിൽ തന്നെയാണ് പന്നിമറ്റത്തെ ക്രിസ്ത്യൻ പള്ളി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നമുക്ക് റോഡ് നോക്കി കാണാം, ഇവിടെ ചെറിയ കുരിശടിയും അതുപോലെ പള്ളിയുടെ കാഴ്ച നമുക്ക് കാണാം. ഇവിടെ തൊട്ടടുത്തായിട്ട് പള്ളിയുടെ കെട്ടിടമൊക്കെ ഉണ്ട്. അങ്ങനെ നേരെ പോകുന്ന വഴിയിലൂടെയാണ് നമ്മൾ ഞണ്ടുർക്കി വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ അവിടെയൊക്കെ പോയി വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത് എത്തിയപ്പോഴേക്കും അത്യാവശ്യം നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് നമ്മളൊരു സംഭാരമൊക്കെ മേടിച്ച് കുടിച്ചു. ഈ കാണുന്ന രണ്ട് റോഡുകളിൽ ആദ്യത്തെ റോഡ് നമുക്ക് ഞണ്ടൂർക്കി വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പോകുന്ന വഴിയാണ്. അവിടെയൊക്കെ പൂമാല സ്കൂള്, ശരിക്കും പൂമാല ടൗൺ ഒക്കെ അവിടെയാണ്. അപ്പൊ താഴെ കാണുന്ന വഴി കൂടെയാണ് നമ്മളിപ്പോൾ കയറി വന്നത്. പന്നിമറ്റം പള്ളി വളരെ പ്രസിദ്ധമാണ്. ഇവിടുത്തെ നോവേനയും മറ്റു കാര്യങ്ങളൊക്കെ വളരെ പ്രസിദ്ധി ആർജിച്ചിരിക്കുന്നതാണ്. പന്നിമറ്റം ടൗണിനോട് യാത്ര പറയുകയാണ്. അത്യാവശ്യം വലിയ ടൗൺ, മൂലവട്ടത്തേക്കാളൊക്കെ വലിയ ടൗൺ ആണ് നമ്മുടെ പന്നിമറ്റം എന്ന് പറയുന്നത്. ധാരാളം കടകളും അതുപോലെ പല സ്ഥാപനങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം ഈ ഇത്രയും വന്ന വഴിയിൽ നമുക്ക് ഏറ്റവും വലിയ ടൗൺ ആയിട്ട് കാണപ്പെടുന്നത് പന്നിമറ്റം ടൗൺ ആണ്. അപ്പം പന്നിമറ്റം ടൗണിലെ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ട് നമ്മൾ വെള്ളിയാമറ്റത്തേക്ക് ഇനി പോവുകയാട്ടോ. പന്നിമറ്റത്ത് നിന്ന് വെള്ളിയാമറ്റത്തേക്ക് ഏകദേശം ഒരു 3 കിലോമീറ്റർ അടുത്ത് കാണുള്ളൂ. അപ്പൊ നമ്മൾ ഇനി അടുത്ത പോകുന്നത് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞത് വെള്ളിയാമറ്റമാണ്. അപ്പം പന്നിമറ്റം ടൗൺ അത്യാവശ്യം വലിയൊരു ടൗൺ ആട്ടോ. അത്യാവശ്യം ഒരു 500-600 മീറ്റർ എങ്കിലും ഈ കടകളും മറ്റു കാര്യങ്ങളൊക്കെ കാണാം. ഇങ്ങോട്ടൊക്കെ ബസ് സർവീസുകൾ പല സമയത്ത് ഉണ്ട്. അപ്പോൾ നമ്മൾ പന്നിമറ്റം ടൗണിനോട് വിട പറഞ്ഞ് നമ്മൾ നേരെ വെള്ളിയാമറ്റത്തേക്ക് യാത്ര ചെയ്യുകയാണ്. ഈ പന്നിമറ്റം ടൗണിൽ തന്നെ ഒരു സ്കൂള് നമുക്ക് കാണാവേ. ഈ മതിലിന്റെ അപ്പുറം മറ്റൊരു സ്കൂള് നമുക്ക് കാണാം. അപ്പൊ ആ സ്കൂളൊക്കെ പിന്നീട് നമ്മൾ എത്തിയപ്പോഴേക്കും കുറെ വലിയ വീടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാം. കൂടുതലായിട്ട് ഈ ഭാഗത്തുള്ളത് ഈ കന്നാര കൃഷിയാണ്. അതുകൂടാതെ തോട്ടപ്പയറൊക്കെ കാണാം. ഈ തോട്ടപ്പയറിനൊക്കെ ഇപ്പൊ നല്ല വിലയാണ്. അപ്പൊ അതെല്ലാം വേണ്ടിയിട്ട് നമ്മൾ വന്നപ്പോഴേക്ക് ഇതേ ഒരു ലോറിയിൽ എസ് സി ലോറിയിലെ ലോഡ് കെട്ടുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാം. അതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ വെള്ളിയാമറ്റം എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് യാത്ര തുടരുകയാണ്. അപ്പോൾ ഇവിടെ വരുന്ന വഴിക്ക് നമുക്കൊരു ഒരു ചെറിയൊരു കപ്പേളയൊക്കെ കാണാം. കപ്പേളയും അടുത്തടുത്ത് കുറച്ച് വീടുകളും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതെല്ലാം പിന്നിട്ട് നമ്മളങ്ങനെ വെള്ളിയാമറ്റം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്, ഗ്രാമപഞ്ചായത്താണ് നമ്മുടെ വെള്ളിയാമറ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പന്നിമരത്ത് നിന്ന് നേരെ വെള്ളിയാമറ്റത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലൂടെ അത്യാവശ്യം നല്ല റോഡിലൂടെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വെള്ളിയാമറ്റത്തേക്ക് തിരിയാൻ പോവുകയാണ്. ഇവിടുന്ന് നേരെ പോകുന്ന വഴി നമുക്ക് തൊടുപുഴയ്ക്കൊക്കെ പോകാം. അപ്പൊ നമ്മൾ ഇടത്തേക്കാണ് പോകുന്നത്. ഈ വഴിക്ക് നമുക്ക് വെള്ളിയാമറ്റം, അറക്കുളം, മൂലമറ്റം തുടങ്ങിയ പ്രദേശത്തേക്കൊക്കെ പോകാൻ സാധിക്കും. അപ്പൊ നമ്മൾ വെള്ളിയാമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു ചെറിയൊരു പാലം കാണാവേ. താഴെക്കൂടെ ഒഴുകുന്നത് കുളമാവിൽ നിന്ന് ഉത്ഭവിക്കുന്ന വടക്കനാറാണ്. അപ്പൊ തൊട്ടടുത്തായിട്ട് ഒരു കെട്ടിടം കാണാം. പണ്ട് ഇവിടെയാണ് ഫെഡറൽ ബാങ്ക് ഒക്കെ പ്രവർത്തിച്ചിരുന്നത്. ഇവിടെ അടുത്തായിട്ട് നമുക്കൊരു ക്ഷേത്രവും ക്ഷേത്രത്തിന്റെ ഭണ്ഡാരവും ഒക്കെ കാണാം. ഇവിടെയെല്ലാം ധാരാളം ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം പിന്നിട്ട് നമ്മൾ വെള്ളിയാമറ്റത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നല്ല ഒരു അടിപൊളി കാഴ്ചയാണ് നിങ്ങളെ കാണിക്കുന്നത്. അത് ബോഗൺവില്ല ഇങ്ങനെ നന്നായിട്ട് പൂത്ത് നിൽക്കുന്ന കാഴ്ച നല്ല രസമുള്ള ഒരു കാഴ്ചയാണ്. അങ്ങനെ ആ കാഴ്ചയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മൾ വെള്ളിയാമറ്റം ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. 2021 പുറത്തിറങ്ങിയ അനുഗ്രഹീതൻ ആന്റണി എന്ന് പറയുന്ന സിനിമയിൽ സണ്ണി വെയിന്റെ സ്റ്റുഡിയോ ഒക്കെ ഉണ്ടായിരുന്നത് ഇവിടെയായിരുന്നു. ആ സിനിമ കണ്ടോ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. ഇവിടെ ക്രിസ്ത്യൻ പള്ളിയും അതുപോലെ ലത്തീൻ പള്ളിയും ക്ഷേത്രവും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ആദ്യം പോകുന്നത് ക്രിസ്ത്യൻ പള്ളിയിലേക്കാണ്. ഇവിടെ നിന്ന് വലത്തേക്ക് കിടക്കുന്ന വഴിയിൽ കൂടെയാണ് നമുക്ക് അറക്കുളവും അതുപോലെ മൂലമറ്റൊക്കെ പോകാൻ സാധിക്കുന്നത്. നേരെ പോകുന്ന വഴി നമുക്ക് പൂച്ചപ്പറയും അതുപോലെ കുരുത്തിക്കുളമൊക്കെ പോകുന്ന വഴിയാണ്. അപ്പൊ നമ്മൾ ഇവിടുത്തെ ക്രിസ്ത്യൻ ദേവാലയത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ കാണുന്ന വഴിയിലൂടെ വേണം നമുക്ക് ആ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ. ഈ ഇടയ്ക്കൂടെ പെരുന്നാളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ദേവാലയം. ഈ ദേവാലയത്തിന്റെ പേര് സെന്റ് ജോർജ് ചർച്ച് വെള്ളിയാമറ്റം എന്നാണ്. മുന്നോട്ടും ഫൊറോനയുടെ കീഴിലാണ് ഈ ദേവാലയം ഉള്ളത്. അതിനടുത്തായിട്ട് തന്നെ ഒരു സ്കൂൾ നമുക്ക് കാണാം, പള്ളിയുടെ ഉയർന്നുള്ള പള്ളിക്കൂടം. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ലത്തീൻ പള്ളിയിലേക്കാട്ടോ. അപ്പം പോകുന്ന വഴിയിലെ കാഴ്ചകളാണ്. അങ്ങനെ നമ്മൾ ലത്തീൻ പള്ളിയോട് ഏകദേശം അടുക്കാറായിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് അത്യാവശ്യം വീടുകളും മറ്റു കാര്യങ്ങളെല്ലാം കാണാം. അപ്പൊ ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഇവിടുത്തെ ലത്തീൻ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ലത്തീൻ പള്ളിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നമുക്കൊരു ഫ്രണ്ടില് ചെറിയൊരു ഗ്രോട്ടോയും മറ്റു കാര്യങ്ങളൊക്കെ കാണാം. അപ്പൊ ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഈ പള്ളിക്ക് സമീപമാണ് ഇവിടുത്തെ CK VGSS എന്ന് പറയുന്ന ഒരു സ്കൂള് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് വെള്ളിയാമറ്റത്തെ
സെൻറ് ജോസഫ് ലത്തീൻ ചർച്ച്. അപ്പോൾ ഇവിടെ കൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. നമ്മൾ നാളികേരിയിൽ നിന്ന് ആരംഭിച്ച നമ്മുടെ യാത്ര അങ്ങനെ കൂവക്കണ്ടവും പൂമാലയും പന്നിമറ്റം എല്ലാം കഴിഞ്ഞ് നമ്മൾ വെള്ളിയാമറ്റത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക.